ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി മൊമെന്റ്സ്. ഇന്ന് എന്താണല്ലേ, ഇന്ന് കുക്കിംഗ് തന്നെയാട്ടോ. പക്ഷെ ഞാനിത് കുക്കിംഗ് ഇന്നലെ അല്ല കേട്ടോ, കുറച്ച് ദിവസം മുമ്പ് ചെയ്തു വെച്ചതാണ്. അപ്പം ഞാൻ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട്ലറ്റ് ആണ്. ഞാൻ അതിന് മുമ്പ് ചിക്കൻ കട്ട്ലറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്, മട്ടൻ കട്ട്ലറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു യുണീക്ക് കട്ട്ലറ്റ് ആണ്. ഇത് എന്ത് കട്ട്ലറ്റ് ആണെന്നല്ലേ, ഇത് ഫിഷ് കട്ട്ലറ്റ് ആണ്. അപ്പൊ ഫിഷ് കട്ട്ലറ്റിന് ഞാൻ എന്ത് ഫിഷാണ് യൂസ് ചെയ്യുന്നതെന്ന് എന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഭയങ്കര എളുപ്പമാണ് ഈ ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട്. ആ ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമുക്ക് ഈസി ആയിട്ട് വാങ്ങിച്ച് പെട്ടെന്ന് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ്സ് നിങ്ങൾക്ക് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോയി കണ്ടാലോ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന്. വായോ. നമ്മൾ 2 മീഡിയം സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് കുനുകുനാന്ന്. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 10-12 അല്ലി, വലിയ അല്ലി തന്നെ വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചതച്ചാൽ മതി കേട്ടോ, അങ്ങനെ അരഞ്ഞ പേസ്റ്റ് ഒന്നും ആവണ്ട. പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് പച്ചമുളകാണേ. ഞാൻ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഞാൻ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട്. അപ്പൊ അത് പച്ചമുളകും കൂടി അരിഞ്ഞിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, നമ്മൾ വേറെ പ്രത്യേകിച്ച് എരിവൊന്നും മുളക് പൊടി ഒന്നും ഇടുന്നില്ല. അപ്പൊ നമുക്ക് കുരുമുളകും ഇതും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തിരി എരിവുള്ള പച്ചമുളക് തന്നെ വേണം. ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ നമുക്ക്. ഇതിൻ്റെ അകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇടാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ആദ്യം ഇതിലോട്ട് പച്ചമുളക് ഇട്ടു. പച്ചമുളകിൻ്റെ എരിവൊക്കെ നല്ലപോലെ എണ്ണയിലൊന്ന് വരണം. പിന്നെ അതൊന്ന് വറുത്ത് കിട്ടണം. ബിക്കോസ് നമ്മൾ കട്ട്ലറ്റ് കടിക്കുമ്പോൾ ഇങ്ങനെ പച്ചമുളക് കടിക്കുന്ന അത്ര സുഖമുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ഒന്ന് വറുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലത്. പച്ചമുളക് വറുത്ത് തന്നു. ഇനി നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാൻ പോവാം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ, ഒരു 3 ടേബിൾ സ്പൂൺ വരും. അതിട്ടു. അതിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റുക. അപ്പം അതവിടെ കിടന്ന് വഴലിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് ഫിഷ് വെച്ച് തന്നെയാണ്. പക്ഷേ ഇതാട്ടോ യൂസ് ചെയ്യുന്നത്, ലൈറ്റ് മീറ്റ് ട്യൂണ എന്ന് പറഞ്ഞിട്ട് ഇൻ വാട്ടേഴ്സ് ആൻഡ് സോൾട്ട് ആഡഡ്. ഇതാണ് യൂസ് ചെയ്യുന്നത്. ടേസ്റ്റി നിബിൾസിൻ്റെ ആണിത്. അപ്പം ഇത് വെച്ചിട്ടാട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഫിഷ് നമ്മൾ ശകലം മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് മുള്ള് കളഞ്ഞെടുക്കുക. ഇതാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സുഖമായിട്ട് ഞാൻ കാണിച്ചു തരാം, തുറന്നിട്ട് കാണിച്ചു തരാം. അത് തുറന്ന് കാണിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ ഇത് നല്ല മുരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയും വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പം ഞാൻ ഇനി അടുത്തത് ഇത് ഉള്ളി ഇടാൻ പോകും. അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങിട്ട് കൊടുക്കുക. ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. സവോള ഒന്ന് വഴണ്ട് കിട്ടട്ടെ.
ഞാനിതൊന്ന് അടച്ചു വെച്ച് തീ ഒന്ന് ലോ ആക്കിയിട്ട് കുറച്ചു നേരം ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തുറക്കാം. ഞാനിത് തുറന്ന് കാണിക്കാന്ന് പറഞ്ഞില്ലേ, ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ട്യൂണ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ചൂരയാണെന്ന് തോന്നുന്നു, അതാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിൽ വെള്ളമുണ്ട്, ഉപ്പ് വെള്ളത്തിൽ കിടക്കുന്നതാണിത്. അപ്പൊ ഇത് ഞാനൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രെയിൻ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പൊ അതെ, വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കുന്നത്, നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇനിയും ഞാൻ ഇതൊന്ന് തുറന്നു നോക്കട്ടെ എന്തായിന്ന്. അത്യാവശ്യത്തിന് ഉള്ളി വാടി കിട്ടിയിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാട്ടോ. അപ്പൊ തരിതരാന്ന് പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളകാണ് എനിക്ക് ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല. ഞാൻ ഈ കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുവാണേ. അത് ഓരോരുത്തരുടെ എരിവിൻ്റെ അളവും ഇതും നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പൊടിയാണെങ്കിൽ നമുക്ക് നല്ല എരിവ് കിട്ടും കുറച്ചിടുമ്പോൾ തന്നെ. കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അത്ര ഒരു സുഖമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കടയിൽ വാങ്ങിക്കുന്നേ ഉള്ളൂ, അത് കാരണമാണ് അത് ഇട്ട് കൊടുത്തത്. അതെ, ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഫിഷ് ഇട്ട് കൊടുക്കുക. ഫിഷിന് ഓൾറെഡി ഉപ്പുണ്ട്, അത് കാരണം നമ്മൾ നോക്കിയിട്ട് ഈ ഉപ്പൊക്കെ ഇടാവുള്ളൂ. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഫിഷ് ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ ഇത് കണ്ടെയ്നർ നോക്കിയപ്പോൾ അത് ഒരു 185 ഗ്രാംസാണ് കേട്ടോ കാണിക്കുന്നത്. 185 ഗ്രാംസിൻ്റെ ആണത് നെറ്റ് വെയിറ്റ്. ആണോ നിങ്ങൾക്ക് 185 ഗ്രാംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെള്ളം കൂടി ചേർത്തുള്ള വെയിറ്റ് ആണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇപ്പം എരിവ് കൂടിയാലും നമുക്ക് പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ആറിയതിന് ശേഷം അതും കൂടി മാഷ് ചെയ്ത് അതും ആറിയതിന് ശേഷം മാഷ് ചെയ്ത് ചേർത്ത് നമുക്ക് കട്ട്ലറ്റ് ആക്കാനുള്ള. അത് കാരണം ഈ ഉപ്പൊക്കെ നമ്മൾ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ഇതൊന്ന് അപ്പൊ ഇങ്ങനെ ഓരോ ഇതും എടുത്തിട്ട് തൊലിച്ച് ഞാൻ തൽക്കാലം ഇവിടെ വെച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം തൊലിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ ഒന്ന് മാഷ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മാഷ് ചെയ്യാം. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. വീട്ടിൽ പൊടിച്ച ഗരം മസാല.
7 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. 7 പീസ് ബ്രെഡ് നമുക്ക് ഇട്ട് കൊടുക്കാം. ജാറിനകത്ത് പിച്ചി അടിച്ചുകൊണ്ട് വരാം. ബ്രെഡ് നല്ല പൾസ് ചെയ്തെടുത്തു. ഒന്നല്ല, ഒരു 3-5-6 പ്രാവശ്യം പൾസ് ചെയ്തപ്പോഴത്തേക്കും നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വേണം. ഇത് കൂടാണ്ട് നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ മുട്ട 2 നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരുപാട് ബീറ്റ് ചെയ്യണ്ട, അതൊന്ന് യോജിച്ച് കിട്ടണം. മഞ്ഞയും വെള്ളയും കൂടി അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കാനായിട്ട് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ഒരു പ്ലേറ്റിലെടുക്കുക. മുട്ട അടിച്ചു വെച്ചിരിക്കുന്ന അടുത്തെടുത്ത് വെക്കുക. പിന്നെ ഒരു പ്ലേറ്റിൽ ഒരു 3 ടേബിൾ സ്പൂണ് മൈദയും കൂടി എടുത്ത് വെക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് നമുക്കിത് മാറ്റാനുള്ള റെഡിയാക്കി വെക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് പരത്തി ആ ഓരോ ബോൾസും ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് മൈദയിലൊന്ന് കോട്ട് ചെയ്ത് എല്ലാ സൈഡും കോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒന്ന് വിരിച്ചിട്ടിട്ട് അതിലോട്ട് മറ്റേ കൈ വെച്ച് ചെയ്തെടുക്കുക. മുട്ടയുള്ള കൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലറ്റ് ഒന്ന് പ്രസ്സും കൂടി ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പായിട്ട് നല്ല കട്ട്ലറ്റ് കിട്ടും. കട്ടിയുള്ള കട്ട്ലറ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല, ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും നല്ല തിൻ കട്ട്ലറ്റ്സാണ് ഇഷ്ടം. അപ്പോൾ ഒന്ന് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ല ക്രിസ്പായിട്ട് വറുത്ത് കിട്ടും കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഷേപ്പൊക്കെ കറക്റ്റ് ആക്കണമെങ്കിൽ ഈ സമയത്ത് കറക്റ്റ് ആക്കാം കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള എല്ലാം നമ്മുടെ ഇരിക്കുന്ന എല്ലാം ഇത് നമ്മുടെ ഫിഷ് ബോൾസും അതേപോലെ തന്നെ ഒന്ന് റൗണ്ടാക്കി കൊടുത്ത് മൈദയിൽ ആദ്യം കൂട്ടി, അത് കഴിഞ്ഞിട്ട് മുട്ടയിൽ കൂട്ടി, അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിൽ കൂട്ടി, ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് നല്ല പോലെ ഇത് വറുത്തെടുക്കാനായിട്ട് പരുവത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം അത് രണ്ടാമത്തതും റെഡിയായി. ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ റൗണ്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഹാർട്ട് ഷേപ്പോ. അപ്പം നമുക്ക് 15, 16, 17 കട്ട്ലറ്റ്സ് കിട്ടിയിട്ടുണ്ട് വറുക്കാനായിട്ട്. പിന്നെ ഞാൻ 7 സ്ലൈസ് ബ്രെഡ് എടുത്തതിൽ ഇത്രയും ബ്രെഡിൻ്റെ പൊടി ബാക്കിയുള്ളൂ. 2 മുട്ട എടുത്തത് ഏകദേശം തീർന്നു. ഒരു കട്ട്ലറ്റും കൂടി കട്ടി കാണും. ഒരു 2-3 ടേബിൾ സ്പൂൺ പൊടി എടുത്തതിൽ ഇത്രയേ ഉള്ളൂ ബാക്കി. അപ്പം ഇത്രയും സാധനമായി. ഇനി ഇത് വറുത്തെടുത്താൽ മാത്രം മതി. ഇത് ഞാൻ സ്റ്റോർ ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം. ഇങ്ങനെ ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ലൈൻ ചെയ്യാൻ ബട്ടർ പേപ്പറായത്. ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്തെടുക്കുക. ഇതിൻ്റെ പുറത്തോട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ചെണ്ണേ വെക്കാൻ പറ്റുന്നുള്ളൂ, കുഴപ്പമില്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാം കേട്ടോ. ഫ്രീസ് ചെയ്യാം, കുറേ നാളത്തേക്കാണ് വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാം. അപ്പോൾ ഫ്രീസ് ചെയ്താൽ ഇത് ഒരെണ്ണത്തിന് ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് അടത്തിയെടുക്കാൻ പറ്റും. ഇനി ഇത് കുറച്ച് നേരത്തേക്കാണ് ഫ്രിഡ്ജിൽ വെക്കുന്നതെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അത് ഭയങ്കര എളുപ്പമാണ് നമുക്ക് എടുക്കാനായിട്ട്. അതാണ് കേട്ടോ ഈ ബട്ടർ പേപ്പർ ഇടുന്നത്. ഇതേപോലെ ഇതെല്ലാം ലൈൻ ചെയ്തെടുക്കാം. ലാസ്റ്റ് വേണ്ട പുറത്ത് ഞാൻ ബട്ടർ പേപ്പർ ഇടുന്നില്ല, വെച്ചു. അപ്പം എനിക്ക് 17 എണ്ണം കിട്ടി. ഇതിൽ വെള്ളം വീഴാതിരിക്കാനായിട്ട് ഇങ്ങനെയെങ്കിലും ഒരു പേപ്പർ ഇട്ടിട്ട് അതിനെ അടച്ചു വയ്ക്കുക. സോ ഇത് സേഫാണ്. ഇനി എനിക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റും. നേരത്തെ ഞാൻ വറുത്ത എണ്ണയാട്ടോ, അതാണ് ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത് ചീനിച്ചട്ടി. ആരും ചീനിച്ചട്ടിയെ ജഡ്ജ് ചെയ്യല്ലേ. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ വറുത്തെടുക്കുന്ന വളരെ കുറച്ച് എണ്ണയിൽ 1-2 ഇട്ടേ വറുത്തെടുക്കാറുള്ളൂ. ഒരുപാട് എണ്ണ ഞാൻ യൂസ് ചെയ്ത് കളയാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് എന്തായാലും ബ്രെഡ് ക്രംസ് കുറച്ച് വീഴും. ബ്രെഡ് ക്രംസ് വീണിട്ട് നമ്മുടെ എണ്ണ ഒരു ചീത്തയാവും. നമ്മൾ എല്ലാം വറുത്ത് വരുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് ചീത്തയാവും. അപ്പം ഞാൻ നേരത്തെ ഉള്ള ആദ്യം എടുക്കാന്നുള്ളതൊക്കെ വിട്ടുപോയായിരുന്നു. പിറ്റേ ദിവസം ഞാൻ 2 എണ്ണം വറുത്തയിലാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരണമല്ലോ, വറുത്തത് എങ്ങനെയുണ്ടെന്നൊന്ന് കാണണ്ടേ നിങ്ങൾക്കും. അപ്പം നിങ്ങൾ വറുക്കുമ്പോഴും ഒരുപാട് എണ്ണയൊന്നും വെക്കണ്ട. ബിക്കോസ് എണ്ണ എന്തായാലും നമ്മുടെ ബ്രെഡ് ക്രംസ് വീണിട്ട് അത് അടിയിൽ കറുപ്പ് ഇങ്ങനെ അത് കറുത്ത് ബ്രെഡ് ക്രംസ് കരിഞ്ഞുള്ളത് വരും. അപ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് ഷാലോ ഒരു ചീൻചട്ടിയിൽ വറുത്തെടുക്കുന്നതായിരിക്കും നിങ്ങൾക്കും നല്ലത്. അപ്പം നമുക്ക് ഇതുപോലെ 1-2 ഇട്ടിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാണ്ട് നല്ലപോലെ കിട്ടും. അങ്ങനെ പൊട്ടുമൊന്നുമില്ല. ഒരുപാട് എണ്ണ ഒരുമിച്ച് ഇടാണ്ട് നമ്മൾ 1-2 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാതെ നമുക്ക് നല്ല സൂപ്പറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ അത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. നല്ല ടേസ്റ്റുള്ള കട്ട്ലറ്റ് ആട്ടോ ഇത്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചീൻചട്ടിയെ പറ്റി കമൻറ്റ് ചെയ്യണ്ട, ടേസ്റ്റിനെ പറ്റി കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അത് നേരത്തെ ഞാൻ ജാമ്യം എടുത്തതാണ്. ഓക്കെ. അപ്പം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത്രയും നല്ല ടേസ്റ്റുള്ള ഡിഷൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുമല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ എൻ്റെ ചാനൽ. പിന്നെ ആരെങ്കിലും ഫ്രണ്ട്സിന് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ ലൈക്ക് ചെയ്യണം. ഓക്കെ. അപ്പം ഇത് നിങ്ങളൊന്ന് വറുത്തിട്ട് ഇത്തിരി സോസ് കൂട്ടിയാണ് കേട്ടോ ഇത് കഴിക്കേണ്ടത്. അതുപോലെ സോസ് കൂട്ടി പിന്നെ വേണമെങ്കിൽ നമുക്ക് 2-3 സവോള വേണമെങ്കിൽ കട്ട് ചെയ്ത് സൈഡിൽ വെച്ച് കൊടുക്കാം. അതും നല്ല ടേസ്റ്റാണ്. കട്ട്ലറ്റും സവോളയും സോസും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വീട്ടിലുള്ളവർക്കും നിങ്ങളും ഒക്കെ ഒന്ന് കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ. എളുപ്പമാർഗ്ഗമാണ്. ഫിഷ് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, മുള്ള് കളഞ്ഞെടുക്കാനൊക്കെ പാടാണെങ്കിൽ ഇതേപോലെ ഈ സാധനം ക്യാനിൽ കിട്ടുന്നതോ വാങ്ങിച്ചിട്ട് ചെയ്താൽ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. ഉഗ്രൻ സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. ഫിഷ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ നല്ല 2 കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ബർഗർ ബണ്ട് അകത്ത് വെച്ചിട്ട്
ബർഗറായിട്ട്, ബർഗർ പാറ്റി ആയിട്ട് യൂസ് ചെയ്യാം, എല്ലാം ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു, സീ യു, ബൈ ബൈ.